സഹജീവികളിൽ മാത്രമല്ല, തൂണിലും തുരുമ്പിലും വരെ ദൈവത്തെ ദർശിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം. എന്നാൽ ഇതുവരെയുള്ള വിശ്വാസങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്തുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്താണെങ്കിലും വിളിക്കേണ്ട ഇടത്തുനിന്ന് വിളിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് ഇവിടെയെത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ദൈവം പ്രാർത്ഥന കേൾക്കില്ലത്രേ. വിശ്വാസികൾക്ക് വേണ്ടത് പ്രാർത്ഥനകൾ കേൾക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുകയും തകർച്ചയിൽ കൈപിടിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ്. എന്നാൽ അങ്ങനെ ഒരു ദൈവത്തെ കാണുവാനാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഫലം ലഭിക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇവിടെ എത്തി ചില നിബന്ധനകൾ ഒക്കെ പാലിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്നാണ് ക്ഷേത്രത്തിന്റെ അധികാരികൾ പറയുന്നത്. വളരെ വിചിത്രമായി തോന്നാവുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കർണാടകയിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് വിചിത്രമായ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കയറി പ്രാർത്ഥിക്കുകയും പൂജകളും ബലികളും ഒക്കെ ചെയ്യുകയും ചെയ്യണമത്രേ. ആയിരക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും എത്തിച്ചേരുന്ന ഈ ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള ഇടനിലക്കാരും വ്യക്തികളും ഒക്കെ വിശ്വാസികളെ പറ്റിക്കാറുണ്ട്. അവരിൽ നിന്നും വിശ്വാസികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി വിചിത്രമായ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ക്ഷേത്രത്തിന് പുറത്തു വെച്ച് നടത്തുന്ന പൂജകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തില്ലെന്നും യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ പൂജ ചെയ്യണമെന്നുമാണ് പറയുന്നത്. വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. സർപ്പങ്ങളുടെ സംരക്ഷകൻ മാത്രമല്ല, ഭൂമിയിലെ സകല ദൈവങ്ങളുടെയും സംരക്ഷകനായി സുബ്രഹ്മണ്യനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ശിവന്റെ നിർദ്ദേശമനുസരിച്ച് പുത്രനായ കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യൻ ഇവിടെ സർപ്പങ്ങളുടെ സംരക്ഷകനായി വാഴുന്നു എന്നാണ് വിശ്വാസം. ഇതിന്റെ പിന്നിൽ ഒരു കഥ തന്നെയുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് ഗരുഡന്റെ നിരന്തരമായുള്ള ആക്രമണത്തിലായിരുന്നു അത്രേ കുറെ കാലം സർപ്പങ്ങൾ. ഒരിക്കൽ ഇത് സഹിക്കാൻ വയ്യാതെ സർപ്പങ്ങളുടെ രാജാവായ വസുകി ശിവനെ തപസ്സു ചെയ്യുകയും ഗരുഡന്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപേക്ഷയിൽ മനസ്സലിഞ്ഞ ശിവൻ സുബ്രഹ്മണ്യൻ അഥവാ കാർത്തികേയനെ സർപ്പങ്ങളെ സംരക്ഷിക്കുവാനായി അയച്ചു. അങ്ങനെയാണ് സുബ്രഹ്മണ്യനെ ഇവിടെ സർപ്പങ്ങളുടെ സംരക്ഷകനായി ആരാധിക്കുന്നത് എന്നാണ് ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള വിശ്വാസം. കർണാടകയിലെ ദക്ഷിണ കന്നഡയിലെ സുബ്രഹ്മണ്യ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത്. കുമാരധാര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുമുള്ള പ്രാർത്ഥനകൾ മാത്രമേ ദൈവം സ്വീകരിക്കൂ എന്നാണ് വിശ്വാസം. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. ക്ഷേത്ര നിർമ്മിതിയിലും ഈ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇതിന്റെ ഗോപുരം. നിർമ്മിച്ചിരിക്കുന്ന ശൈലി മാത്രമല്ല ഇതിനെ പ്രസിദ്ധമാക്കുന്നത്, ഇതിന് പിന്നിലുള്ള കഥ കൂടിയാണ്. സുബ്രഹ്മണ്യന്റെ സംരക്ഷണയിൽ വസുകിയും മറ്റു നാഗങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ വസിക്കുന്നു എന്നാണല്ലോ വിശ്വാസം. വസുകിയുടെ ശ്വാസത്തിൽ വിഷം കലർന്നിട്ടുണ്ടത്രേ. ഈ വിഷം ഇവിടെ എത്തുന്ന ഭക്തരുടെ ഉള്ളിൽ കടക്കാതിരിക്കുവാനാണ് ഇവിടുത്തെ ഗോപുരം പണിതിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. കർണാടകയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കുക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഒരു ദിവസം കുറഞ്ഞത് 10,000 പേരെങ്കിലും ഇവിടെ എത്തുന്നു എന്നതാണ് കണക്കാക്കുന്നത്. 85 കോടിയോളം രൂപയാണ് ഇവിടുത്തെ വാർഷിക വരുമാനം. മുൻപ് പറഞ്ഞതുപോലെ വിചിത്രമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നടക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടെ ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്ത് നദിയിലെത്തുന്ന ആളുകൾ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി പെറുക്കി വയ്ക്കുമത്രേ. സ്വന്തമായി വീട് നിർമ്മിക്കുവാനും അതിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാകുവാനും ഈ ആചാരം സഹായിക്കുമെന്നാണ് വിശ്വാസം. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവവും വിചിത്രമായും ഒക്കെ തോന്നാവുന്ന കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനു പിന്നിലുള്ള ഐതിഹ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും ഒക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും അതിനു പിന്നിലുള്ള ഐതിഹ്യങ്ങളും കഥകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.